പ്രായമായെന്ന തോന്നലിൽ ജീവിതശൈലീ രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നവർക്ക് പ്രതീക്ഷയുണർത്തുന്ന കൂത്താട്ടുകുളം പൈറ്റക്കുളത്തെ കാലാപ്പിള്ളിയിൽ ലീലാമ്മ ചേച്ചിയുടെ ദിനചര്യകൾ കൂത്താട്ടുകുളം വിഷനിലൂടെ കാണാം. ഔഷധ ഗുണമുള്ള പാൽ തരുന്ന ആന്ധ്രാപ്രദേശിലെ പൊങ്ങന്നൂർ പശു, നാടൻ കോഴികൾ, താറാവുകൾ, ഗിനിക്കോഴികൾ, ജമുനപ്യാരി ഉൾപ്പെടെയുള്ള വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ആടുകൾ എല്ലാം നിറഞ്ഞ ഒരു നാടൻ കൃഷി ഫാം. കേൾക്കുമ്പോൾ സ്വയം തൊഴിൽ ലോണെടുത്ത് കൃഷി ചെയ്യുന്ന ഒരു യുവ കർഷകനാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. പ്രായം 80-നടുത്ത് എത്തി നിൽക്കുന്ന കാലാപ്പിള്ളിയിൽ ലീലാമ്മ ചേച്ചിയുടെ മേൽനോട്ടത്തിൽ പരിപാലിക്കുന്നതാണ് ഈ ഇടം. മക്കളായ കാലാപ്പിള്ളിയിൽ തോംസണും സാക്സണും ചെറുമക്കളും സ്വന്തം ബിസിനസ് സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ അതിരാവിലെ മുതൽ സഹായികളുടെ കൂടെ തൻ്റേതായ ജോലിയിലേക്ക് തിരികെയാണ് ലീലാമ്മ ചേച്ചി. വെച്ചൂർ കാസർഗോഡൻ പശുവിന് തുല്യമായ തിരുപ്പതി വെങ്കടാചലപതിക്ക് അഭിഷേകത്തിന് പാൽ ശേഖരിക്കുന്ന അത്യപൂർവമായ പൊങ്ങന്നൂർ പശുവാണ് ഈ ഫാമിലെ മുഖ്യ ആകർഷണം. പുഞ്ചിരിക്കുന്ന മുഖത്തോടെ കേരളശ്രീ പരത്തുന്ന പെരുമാറ്റവുമായി രാവിലെ മുതൽ ഫാമിലെത്തി ഒപ്പം വീട്ടിലെ കാര്യങ്ങളും നടത്തുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഈ മുത്തശ്ശിക്ക്. ജീവിതശൈലി രോഗങ്ങളാൽ വലയുന്നവരും വീട്ടിലിരുന്ന് മുഷിഞ്ഞു വലയുന്നവരും മാതൃകയാക്കേണ്ടതാണ് ലീലാമ്മ ചേച്ചിയുടെ ഈ പ്രവർത്തനങ്ങൾ. പൊങ്ങന്നൂരിനെ ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവന്ന് പിള്ളേർ കൊണ്ടുവന്ന് ഇവിടെ കുഴമ്പൂര് ഒരു കുഞ്ഞും തള്ളയും പിന്നെ വേറെ ചെന വയ്ക്കാറായ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിന് വന്നപ്പോൾ 1.5 ലിറ്റർ പാല് കറന്നു ഒരു നേരം. പിന്നെ അങ്ങനെ ഇപ്പോൾ ഒരു ഷവറായപ്പോഴത്തേനും കറന്ന് ഇവിടുന്ന് പൊങ്ങന്നൂരിന് തന്നെ ബീജം അവിടെ വൈക്കത്തി എന്ന ആളെ വിളിച്ചോണ്ട് അറിഞ്ഞു കൊണ്ടുവന്നാണ് രണ്ടാമത് കുത്തിവെച്ചത്. രണ്ടാമത് പ്രസവിച്ചു. രാവിലെ നമ്മൾ എപ്പോൾ അയച്ചു വിടും? രാവിലെ 10 മണിയാകുമ്പോൾ അയച്ചു വിടും. അയച്ചു വിട്ടത് ഒരു 12 മണിയാകുമ്പോൾ പറമ്പിലേക്ക് ഇട്ട് 12 മണിയാകുമ്പോൾ തിരിച്ചു കൊണ്ടുവന്ന് കിട്ടും. ആദ്യമേ ഞാൻ 2015 കപിലയും ഒരു പശു, അത് ചെനയുള്ളതായിരുന്നു, അതിനെ കൊണ്ടുവന്ന് പിന്നെ ഈ കുള്ളൻ പശു കാസർഗോഡിനെ കൂടെ ഒരു കിടാവിനെ കൊണ്ടുവന്ന അപ്പോൾ കൊണ്ടുവന്നിട്ട് കാസർഗോഡ് വന്ന് ഇവിടെ വന്ന് ചോദിച്ചു പ്രസവിച്ചു. ഈ കപില പശു പ്രസവിച്ചപ്പോൾ ആ കുഞ്ഞിന് സിന്ധിയുടെ ഒരു രീതിയായിരുന്നു. വീട്ടിലെ ഡോക്ടർ പറഞ്ഞ സിന്ധിയുടെ ഇനാന്ന് പറഞ്ഞു. അത് ആ സിന്ധി പശുവിൻ്റെ ആ കിടാവിൻ്റെ അതിൽ നിന്ന് ക്രോസ് ചെയ്ത് വന്ന ഈ പശുക്കൾ മുഴുവനും ജേഴ്സി കുത്തിവെച്ച് വന്ന മുഴുവനും. ഇപ്പം പശുക്കളെ കറക്കണത് 3 പശു 4 പശുക്കളെ കറക്കുന്നുണ്ട്. 4 പശുവില്ല, 3 പശുക്കളെ കറക്കുന്നുണ്ട്. പാല് കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരെണ്ണത്തിന് ഈ പ്രസവിക്കുന്ന സമയത്ത് 6 ലിറ്റർ പാലിക്കുള്ളിൽ കിട്ടുന്നില്ല കറക്കുക. പിന്നെ ഇപ്പം എന്താ നമ്മൾ നോക്കാറില്ല, എല്ലാവരും ഒന്നിച്ചല്ലേ കറക്കണേ. പാല് സൊസൈറ്റി ഇവിടെ അയലങ്കാർ കൊണ്ടുപോവാ. ഇവിടെ ആ കവല വരെ വരുമ്പോഴത്തേനും എല്ലാ വീടുകാരും മേടിക്കുന്നുണ്ട്. എല്ലാം കുറേശ്ശെ 1/2 ലിറ്റർ ഒക്കെ ആയിട്ട് ഇങ്ങനെ. ഇവിടെ 17 ആടുണ്ട്. അതിന് 9 കറക്കണ 9 ആട് വലുതും അതിന്റെ കുഞ്ഞുങ്ങൾ ബാക്കി. രാവിലെ എല്ലാ ദിവസവും നോക്കി ഇച്ചിരി പുല്ലൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെ ഇവർക്ക് മലബാറി അല്ല, അല്ലാണ്ട് വലിയ ഇനം ആടുകളൊന്നും അല്ല. 1 ലിറ്റർ പാലും ഒക്കെ കിട്ടുള്ളൂ. അത് കറന്നെടുക്കുന്നതല്ല, കുഞ്ഞുങ്ങൾ കുടിക്കാൻ ഇട്ടേക്കുക. നമ്മുടെ ഫാമില് 40 താറാവുണ്ട്, പിന്നെ 30 കോഴിയുണ്ട്, മുട്ടക്കോഴി. 4 മുയലുണ്ട്, പിന്നെ 4 ഗിനിക്കോഴിയുണ്ട്, പിന്നെ 2 പോത്തുണ്ട്. മുട്ടയിട്ടോ താറാവ് കോഴി മുട്ടയിട്ടോ 8 മുട്ടയിട്ടാ അല്ല. തോംസൺ ജേക്കബ് പശുക്കളെ പറ്റി ഞാൻ പഠിച്ചപ്പോഴ്, നാടൻ പശുക്കളെ പറ്റി പഠിച്ചപ്പോഴ് പൊങ്ങന്നൂർ ഇനത്തിൽപ്പെട്ട പശുവാണ് ഏറ്റവും ഔഷധമുള്ള പാല് കിട്ടുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിന്റെ വെളിച്ചത്തില് ഞാൻ ആന്ധ്രാപ്രദേശിൽ പൊങ്ങന്നൂർ എന്ന സ്ഥലത്ത് പോവുകയും അവിടെ പശുവിനെ വാങ്ങിക്കാനായിട്ട് താല്പര്യം ചെയ്തു. ചെന്ന് കഴിഞ്ഞപ്പോൾ ഒറിജിനൽ പൊങ്ങന്നൂർ എനിക്ക് കിട്ടിയില്ല. 70% പൊങ്ങന്നൂരെ എനിക്ക് കിട്ടിയോ 70% പൊങ്ങന്നൂർ എനിക്ക് കിട്ടിയുള്ളൂ. കാരണം ഈ പൊങ്ങന്നൂർ എല്ലാ പശുക്കളും നോർത്ത് ഇന്ത്യ, അതായത് പഞ്ചാബിലേക്ക് പോവുകയാണ്. തിരുപ്പതി ക്ഷേത്രത്തിൽ ആണ് ഈ പൊങ്ങന്നൂർ പശു അധികവും ഉള്ളത്. പക്ഷെ അവിടുന്ന് വിൽക്കില്ല പശു.
അവിടെ ഫാമില്, അതായത് ഇതിന്റെ നമ്മുടെ തിരുപ്പതി ക്ഷേത്രത്തില് വിഗ്രഹത്തിൽ പൊങ്ങന്നൂർ പശുവിന്റെ പാലാണ് അഭിഷേകം ചെയ്യുന്നത്. അല്ലെങ്കിൽ വേറെ ഒന്നും അഭിഷേകം. അതുകൊണ്ട് പൊങ്ങന്നൂർ പശുവിന്റെ ഫാം തന്നെ തിരുപ്പതിയിലുണ്ടെന്നാണ് അറിയാൻ. ഞാൻ അവിടെ പോയില്ല. ഏതായാലും എനിക്ക് 70% കിട്ടിയുള്ളൂ, പൊങ്ങന്നൂരെ കിട്ടിയുള്ളൂ. കിട്ടിയതിന് ശേഷം ഞാൻ ഇവിടെ കൊണ്ടുവരികയും ഇത് ഞാൻ പറമ്പിലേക്ക് അയച്ചുകയാണ് ചെയ്യുന്നത്. പറമ്പിൽ ഏകദേശം നടന്ന് ചെയ്യുന്നതാണ്. അതിനൊരു കാരണവശാലും ഞാൻ കാലിത്തീറ്റ കൊടുക്കില്ല. ഗോതമ്പ് തവിട്, പിണ്ണാക്ക്, പിന്നെ വൈക്കോൽ, ഇതൊക്കെ കൊടുക്കുകയുള്ളൂ. പറമ്പിൽ അയച്ചുവിട്ട് തീരുന്നതുകൊണ്ട് അതിന് വൈക്കോലിന്റെ പ്രശ്നമില്ല. പുല്ല് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്, നന്നായി തിന്നാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണ് പറഞ്ഞത്. ഇതിന്റെ പാല് ഭയങ്കര ഔഷധ ഗുണമുള്ളതാണ്. ആദ്യം ഞാൻ രണ്ട് പശു മേടിച്ചാൽ ഒരെണ്ണം കറകളുള്ളതായിരുന്നു. 1 ലിറ്റർ പാലേ എനിക്ക് കിട്ടുന്നുള്ളൂ. ഇത് പുറത്തേക്ക് കൊടുക്കുന്നില്ല, വീട്ടിൽ നമുക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. ഇതിന് ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് മേടിച്ചത്. ഇനിയിപ്പോ ഒരു പശുവിനെ കുത്തിവെച്ച് ഒരു പശുക്കളാവ് ഉണ്ടായിട്ടുണ്ട്. ആ പശുക്കളാവ് വലുതാകുമ്പോൾ കുത്തിവെച്ചുണ്ടാകുന്ന പൊങ്ങന്നൂര് എനിക്ക് ഒറിജിനൽ പൊങ്ങന്നൂരായിരിക്കും. അങ്ങനെ ഒറിജിനൽ പൊങ്ങന്നൂർ വീട് നിർത്താനാണ് എന്റെ ഭാവി പരിപാടി.